ഇതുവരെ മാറിയിട്ടില്ല. ആൾക്കാരൊക്കെ നോക്കുന്നു, നാണക്കേടാന്ന് പറയാ. ആൾക്കാരെ നോക്കുന്നോ? എടി നീ 3 കൂടെ ഇവിടെ പൂരപ്പാട്ടും പാടി ബഹളം ഉണ്ടാക്കുമ്പോ അന്നേരം ആൾക്കാരൊന്നും ഇല്ലായിരുന്നോടി ഇവിടെ ഒന്നും. എടി അന്ന് ഞാൻ ഇവരെല്ലാം കാണുന്നു നാണക്കേടാന്ന് പറഞ്ഞ് നിന്റെയൊക്കെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? എനിക്കൊന്ന് കേൾക്കാൻ വയ്യേ പൊന്നെ. ഇവിടെ ആടി നീ എവിടാ പോന്നേ? ഡി എനിക്ക് നിന്നോട് 1-2 കാര്യം ചോദിക്കാനുണ്ട്. ഡി നീ എന്റെ ആരാ? ഡി നീ എന്റെ ആരാന്ന്? ഭാര്യ. ഡി നീ എന്തെങ്കിലും എന്റെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ടോ? ഉണ്ടോടി? അതെങ്ങനാ? അമ്മച്ചി എന്തോ എടുക്കുന്നു, പെങ്ങളെന്തോ തിന്ന്, അവരവിടെ എന്താ നടക്കുന്നത്, അതല്ലോടി നിനക്ക് അറിയേണ്ടത്. നീ എന്തെങ്കിലും ഒരല്പം എന്റെ ടെൻഷനോ എന്റെ പ്രാരാബ്ദങ്ങളോ എന്തെങ്കിലും നീ അറിഞ്ഞിട്ടുണ്ടോ? അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്റെ അടുത്തൊന്നും പറയാത്തോണ്ടോ? ഇതൊക്കെ പറഞ്ഞിട്ട് വേണോടി ശ്രദ്ധിക്കാന്. നീയേ അല്ലാത്തപ്പോ എന്റെ ഫോൺ എടുത്ത് അങ്ങ് തപ്പുമല്ലോ ഞാൻ ഏതോളുമാരോടെങ്കിലും ചാറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. എടി ഈ സമയം പോരാടി പുല് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ. എടീ എന്നെ പോലുള്ള ഭർത്താക്കന്മാര് കടം കയറി മരിക്കുമ്പോ ഉണ്ടല്ലോ, നിന്നെ പോലുള്ള കൂറ ഭാര്യമാര് പറയുന്നൊരു വാക്കുകളുണ്ട്. എന്തോന്നറിയോ? എന്റെ ചേട്ടൻ എന്നോടൊന്നും പറയാറില്ലേ, കടത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയാറില്ലേ എന്ന്. മതി ശ്രദ്ധിച്ചോളാം. എന്ത് ശ്രദ്ധിക്കാനാടി? പറഞ്ഞു എന്തായാലും നിനക്ക് ചെലവിന് കാരണം അത് ഞാനേ നിന്റെ വീട്ടിൽ അയച്ചു തരാം. പോ ഇറങ്ങ്. എനിക്കിനി തള്ളയും വേണ്ട, പെങ്ങളും വേണ്ട, ഭാര്യയും വേണ്ട. എനിക്കെന്റെ ചെറുക്കം മാത്രം മതിയടി. അയ്യോ വിഷമിക്കണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുറവ് ഞാൻ ചെയ്തിട്ടുണ്ട് ഉണ്ടോ? നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കടം പേടിച്ചായാലും തെറ്റായാലും ഞാൻ കൊണ്ട് തെറ്റ്. എന്തെങ്കിലും കുറവ് നിനക്ക് ഞാൻ തന്നു ഇല്ലല്ലോ. എന്നിട്ട് നീ എന്താ ചോദിച്ചേ? ഞാനൊന്നും നിന്നോടൊന്നും പറയുന്നില്ലെന്നല്ലയോ? എടീ എന്റെ ബാധ്യതകള്, എന്റെ വിഷമങ്ങള്, എന്റെ എല്ലാ ടെൻഷനും നിന്നെ കൂടെ അറിയിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഏട്ടാ ഞാനായിട്ടൊരു പ്രശ്നത്തിനും പോകത്തില്ല, ഒരു വഴക്കിനും പോകത്തില്ല. ഞാൻ അമ്മേനെ ഒരു വഴക്കും ഉണ്ടാകത്തില്ല പൊന്നോനെ. ഹരിയേട്ടൻ വിഷമിക്കണ്ട. ഇനി ഒരിക്കലും ഞാൻ കാരണം ഈ വീട്ടിൽ വഴക്കുണ്ടാകത്തില്ല. ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോവുക. പിന്നെ ഏട്ടൻ ആ പഴയതുപോലെ ഒരു സ്വഭാവത്തിലേക്ക് പോകരുത്. ഏട്ടൻ എന്നും നല്ലൊരു സഹോദരിയായിട്ട് ഞാൻ ഇരിക്കും.